നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം തുടരും. ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് നഴ്സുമാർ നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ശമ്പള വർധന നടപ്പിലാക്കാൻ തീരുമാനിച്ചെന്നുള്ള പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്ന് അമല മാനേജ്മെന്റ്. പെരുമ്പിലാവിൽ മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശി മുത്തുവാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. കൊരട്ടിയിൽ കടവരാന്തയിൽ നിന്നിരുന്ന യുവാവിനെ പോലീസ് അകാരണമായി മർദ്ദിച്ച സംഭവം. തൃശൂർ റൂറൽ പോലീസ് മേധാവിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് തോട്ടം തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. ബൈക്കിൽ പോയിരുന്ന വാച്ചർ സജീവൻ, ടാപ്പിംഗ് തൊഴിലാളി റഷീദ് എന്നിവരാണ് ആനയുടെ മുമ്പിൽ അകപ്പെട്ടത്. മാതാമംഗലം വെള്ളക്കാരിത്തടത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന് കണ്ണീരോടെ മടക്കം. ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ സൂപ്പർ താരം നെയ്മാർ. ITU ബാങ്കിന്റെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകരുടെ പ്രതിഷേധം. പ്രതിസന്ധി മൂലം ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി. വാർത്തകൾ വിശദമായി. നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്ത മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ച് UNAയുടെ നേതൃത്വത്തിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് മനോരമ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് നഴ്സുമാർ അണിനിരന്നു. മാർച്ച് ഫാത്തിമ നഗർ ജംഗ്ഷന് സമീപം പോലീസ് തടഞ്ഞു. ജൂബിലി മിഷൻ ആശുപത്രിക്ക് മുൻപിൽ സമരം നടത്തുന്ന പ്രവർത്തകരെ കണ്ട് അഭിവാദ്യമർപ്പിക്കാൻ അവസരം നൽകണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടതിനെ ചൊല്ലി അല്പനേരം പോലീസുമായി തർക്കം നടന്നു. തുടർന്ന് ചെറു സംഘങ്ങളായി അതിനുള്ള അവസരം നൽകാമെന്ന് പോലീസ് സമ്മതിക്കുകയായിരുന്നു. പ്രതിഷേധ യോഗം UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 112 ദിവസമായി തുടരുന്ന സമരത്തെ കണ്ടിൽ നിന്നടിക്കുന്ന ജൂബിലി മിഷൻ മാനേജ്മെന്റിനെതിരെ കൂടുതൽ ശക്തമായ രീതിയിലുള്ള സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഷോബി ജോസഫ് പറഞ്ഞു. UNA ജില്ലാ പ്രസിഡന്റ് ടിൻഡു തോമസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അജയ് വിശംബരൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ റെജി ജോൺ, ലിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് ഐക്യദാർഢ്യവുമായി ആം ആദ്മി പാർട്ടി പ്രവർത്തകരും മാർച്ചിൽ നഴ്സുമാർക്കൊപ്പം പങ്കെടുത്തു. തുടർന്ന് ചെറുസംഘങ്ങളായി UNA നഴ്സുമാർ സമരപ്പന്തലിലെത്തി സമരം ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് അഭിവാദ്യമർപ്പിച്ചു. മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ യാത്രക്കാർ വലഞ്ഞു. ACP ശശിധരന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് ആശുപത്രി പരിസരത്ത് ക്യാമ്പ് ചെയ്തിരുന്നത്. TCV തൃശൂർ. ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് UNAയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് നാടകീയവും വേദനിപ്പിക്കുന്നതും തങ്ങൾ ഉന്നയിച്ച സംശയം സത്യമെന്ന് തോന്നിപ്പിക്കുന്നതുമാണെന്ന് ജൂബിലി മാനേജ്മെന്റും സമരം അവസാനിച്ചുവെന്നും ശമ്പള വർധന നടപ്പിലാക്കാൻ തീരുമാനിച്ചെന്നുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും അമല മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ജൂബിലി മിഷൻ ആശുപത്രിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇരു മാനേജ്മെന്റുകളും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. അമലയിൽ ഏപ്രിൽ 1 മുതൽ എല്ലാ ജീവനക്കാർക്കും നടപ്പാക്കിയ ഇൻക്രിമെന്റുമായി UNA സമരത്തിന് യാതൊരു ബന്ധവുമില്ല. ഏപ്രിൽ 1 ഇറക്കിയ സർക്കുലറാണ് സമരവിജയം എന്ന പേരിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് തൊഴിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയല്ലാതെ മറ്റ് ചർച്ചകളോ തീരുമാനങ്ങളോ അമലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ജൂബിലിയും അമലയും ഒന്നിച്ചുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും മാത്രമേ തയ്യാറുള്ളൂ എന്നും അമല മാനേജ്മെന്റ് അറിയിച്ചു. സമരം 3 മാസം കഴിഞ്ഞ സാഹചര്യത്തിൽ ഇരു ആശുപത്രികളും 200-ൽ പരം നഴ്സുമാരെ വീതം ജോലിക്കെടുത്ത സാഹചര്യത്തിൽ ഇനി തിരിച്ചൊഴിവനുസരിച്ച് മാത്രമേ എടുക്കുകയുള്ളൂ എന്നും മാനേജ്മെന്റുകൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അമലയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തേത് സമരം അവസാനിച്ചിട്ടില്ല, ഇന്നവിടെ ആരും കയറിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. മാത്രമല്ല അവിടെ പറഞ്ഞത് വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ അവിടെ ഈ ദിവസങ്ങളിൽ ഒരു ചർച്ച നടത്തുകയോ തീരുമാനങ്ങൾ എടുക്കുകയോ ഓഫറുകൾ തരാമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ജൂബിലിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്ന ഏപ്രിൽ മാസം മുതൽ കൊടുത്തത് ഇപ്പോൾ കൊടുത്ത പോലെ അവർ വിശദീകരിക്കുകയാണ്. അത് ഏപ്രിൽ മാസത്ത് നടന്ന ഒരു സംഭവമാണ്. ഏപ്രിൽ 1-ാം തീയതി നമ്മളൊരു പുതിയ സാമ്പത്തിക വർഷത്തിൽ വരാൻ പോകുന്ന ഇൻക്രിമെൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ പത്രസമ്മേളനത്തിലും ഞാനത് പറഞ്ഞതാണ്. ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്കൊരു ഇൻക്രിമെൻ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ എല്ലാ നേതാക്കന്മാരോടും സംസാരിച്ചിട്ടുണ്ട്, അവിടെയുള്ള ഇൻചാർജുമാരോടും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസത്തിൽ എല്ലാ സ്റ്റാഫിനും ഒരു ഇൻക്രിമെൻ്റ് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 മാസം ആ സാലറി അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്.
ഏപ്രിൽ മാസത്തെ സാലറി മേടിച്ചിട്ടുണ്ട്, മെയ് മാസത്തെ സാലറി വാങ്ങിയിട്ടുണ്ട്, ജൂൺ മാസത്തെ സാലറിയും അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊരു തൊഴിൽ സമരം പോലെ തന്നെ തുടങ്ങിയത് ഞങ്ങളും അങ്ങനെ തന്നെ കണ്ടത്. ഇപ്പോഴും അങ്ങനെ കാണാൻ ഇഷ്ടം. എനിക്ക് തോന്നുന്നു മറ്റ് പ്രതിനിധികളും വന്നിട്ടുണ്ട് ഇവിടെ. ഇത് അതിരൂപത ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി എന്നുള്ളത് ഒന്നാമത്തെ. അതിന് നേതൃത്വം കൊടുത്തത് സഭയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ സഭയിൽ നിന്ന് ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ പുറത്ത് നിന്ന 2 വൈദികരെ മുന്നിൽ നിർത്തി സഭയ്ക്കെതിരെ പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അവർക്ക് നഴ്സുമാരായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതുപോലെ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ അതിരൂപത അധ്യക്ഷൻ്റെ മുൻപേ മോശമായി സംസാരിക്കുന്ന ചില ഓൺലൈൻ ആൾക്കാരെ തിരഞ്ഞെടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയത് നമ്മളല്ല, ഇത് ജൂബിലിയും അല്ല, ഇത് മുറിവേറ്റ ശരിക്കും പറഞ്ഞാൽ വിഷമിക്കുന്ന വിശ്വാസികളുടെ റിയാക്ഷനാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നും ഇതിലില്ല. ജൂബിലി മിഷൻ ആശുപത്രി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ, CEO ഡോക്ടർ ബെന്നി ജോസഫ്, HR മേധാവി ജോഷി പോൾ, അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ, CEO സൈജു സി അടക്കളത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. ജൂബിലി മാനേജ്മെന്റിന്റെ സമ്മർദ്ദത്തിന് അമല മാനേജ്മെന്റ് വഴങ്ങിയെന്നും വിജയിക്കും വരെ സമരം തുടരുമെന്ന് UNA. അമലയ്ക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത് ജൂബിലിയാണെന്ന് UNA നേതാക്കൾ കുറ്റപ്പെടുത്തി. സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് അമലയിൽ ശമ്പള വർധന ഉണ്ടായതെന്ന് മാനേജ്മെന്റ് വ്യക്തമായി പറയുന്നുണ്ടെന്നും എന്നാൽ ജൂബിലി മാനേജ്മെന്റ് അങ്ങനെയല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും ലേബർ ഓഫീസറുമായി നടത്തിയ ചർച്ചയിൽ അമല മാനേജ്മെന്റ് സമരം തീർക്കാൻ തയ്യാറായിരുന്നുവെന്നും UNA നേതാക്കൾ പറഞ്ഞു. ജൂബിലിയിൽ സമരം തീർക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിൽ മാനേജ്മെന്റിന് എന്തോ വ്യക്തമായ താല്പര്യമുണ്ടെന്നും സമരത്തെ മാനേജ്മെന്റ് വൈകാരിക തലത്തിലാണ് കാണുന്നതെന്നും ഇവർ പറഞ്ഞു. അംഗീകരിച്ച സംഭവം അംഗീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അമലയിലെ സമരവും അവസാനിപ്പിക്കില്ല. സമരം തീർക്കാൻ ആരോഗ്യവകുപ്പും സർക്കാരും ഇടപെടുമെന്നാണ് വിചാരിക്കുന്നത്. കരാറുണ്ടാക്കി തീർപ്പാക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് പറഞ്ഞു. അമലയ്ക്ക് വേണ്ടി പോലും സംസാരിക്കുന്ന ജൂബിലിയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് അമല മാനേജ്മെന്റ് പറയുന്നു അവർ 4000 തൊട്ട് 6000 രൂപ വരെ വർധനവ് നൽകിയിട്ടുണ്ട്. അത് നൽകിയത് ഏപ്രിൽ 1 അതായത് ഏപ്രിൽ മെയ് 1 ജൂൺ മാസത്തിലെ ശമ്പളത്തിൽ വരുന്ന രീതിക്ക് മെയ് 1 അവർ ശമ്പള വർധന നടത്തിയിട്ടുള്ളത്. നമ്മൾ സമരം തുടങ്ങുന്നത് മാർച്ചിലാണ്. മാർച്ച് 5 ഇവിടെ സമരം തുടങ്ങുന്നത്. അപ്പോൾ അതിൽ വ്യക്തമായിട്ടും അമല മാനേജ്മെന്റ് തന്നെ പറയുന്നു സമരത്തോടനുബന്ധിച്ച് സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശമ്പള വർധന ഉണ്ടായെന്നുള്ള കാര്യം അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ജൂബിലി മാനേജ്മെന്റ് ഒരിക്കലും അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അമലയെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അമല മാനേജ്മെന്റ് അത് ഞങ്ങൾക്ക് വ്യക്തമായ ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്. വ്യക്തമായി ലേബർ ഓഫീസിൽ നടന്ന ചർച്ചകളുടെയും അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നത്തെ ഡേറ്റിൽ ഇറക്കിയ ലേബർ ഓഫീസറുടെ കുറിപ്പുകൾ കയ്യിലുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവർ ഈ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സമരം തീർക്കാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ജൂബിലി മാനേജ്മെന്റിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടായിരിക്കാം അവരിപ്പോൾ അതിൽ പിന്മാറിയിട്ടുള്ളത്. സർക്കാരിനെ പോലും വെല്ലുവിളിക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് മാനേജ്മെന്റുകൾ മുന്നോട്ട് പോകുന്നതെന്നും തങ്ങൾ യാതൊരു വ്യാജ പ്രചരണവും നടത്തിയിട്ടില്ലെന്നും ജില്ലാ പ്രസിഡന്റ് ടിൻഡു തോമസ് പറഞ്ഞു. അമല മാനേജ്മെന്റ് തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് സമരം അവസാനിപ്പിക്കണമെന്നും എല്ലാവരെയും തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞതാണെന്നും ടിൻഡു തോമസ് പറഞ്ഞു. ലേബർ ഓഫീസർക്ക് അവിടുന്ന് കൃത്യമായിട്ടുള്ള പ്രപ്പോസലുകൾ കൊടുക്കുകയും അതിന്മേൽ ഒരു മിനിറ്റ്സ് ആയിട്ട് തന്നെ ലേബർ ഓഫീസർ ഇറക്കിയ കോപ്പി നമുക്ക് തരികയും ചെയ്തിട്ട് അതിന്മേൽ നമ്മൾ പറഞ്ഞ ധാരണകളൊക്കെ ആയപ്പോൾ നമ്മൾ സമരം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം അവർ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നു അതൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, അല്ലെ ജൂബിലിക്ക് വേണ്ടിയിട്ട് അല്ലെ ജൂബിലി മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമലയും വെച്ച എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ നിലവിൽ സർക്കാരിനെ പോലും അവർ വെല്ലുവിളിക്കുകയാണ്. TCV തൃശൂർ. മക്കൾക്ക് ജ്യൂസിൽ എലിവിഷം നൽകിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പെരുമ്പിലാവ് ആനക്കല്ലിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി മുത്തുവാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടത്. ഈ മാസം 5 പെരുമ്പിലാവ് മുക്കിലപ്പീടികയിലുള്ള മുത്തുവിന്റെ സഹോദരി കവിതയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് മക്കളായ 7 വയസ്സുകാരൻ റിദിൻ, 6 വയസ്സുകാരി ഋതിക എന്നിവർക്ക് ജ്യൂസിൽ വിഷം നൽകിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. കുട്ടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. സംഭവത്തെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സനീഷ് SR ആശുപത്രിയിലെത്തി പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ് വരുന്നതിനിടെയാണ് മുത്തു ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയത്. ഇടവേള. അറിഞ്ഞു ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ.
4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കൊരട്ടിയിൽ കടവരാന്തയിൽ നിന്നിരുന്ന യുവാവിനെ പോലീസ് അകാരണമായി മർദ്ദിച്ചെന്ന പരാതി തൃശൂർ റൂറൽ പോലീസ് മേധാവി അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത ഉത്തരവിട്ടു. ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ നടപടി. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. ഓഗസ്റ്റ് 13-ന് തൃശൂർ PWD റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഓപ്പറേഷൻ തൂഫാനിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞായിരുന്നു തന്നെ മർദ്ദിച്ചതെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധാർത്ഥിന് മുഖത്തും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് CPOക്കെതിരെ എടുത്തതെന്ന് സിദ്ധാർത്ഥ് പറയുന്നു. പോലീസുകാരനെ റൂറൽ SP അന്വേഷണ വിധേയമായി കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. പാലപ്പിള്ളി കുണ്ടായിയിൽ റോഡിലിറങ്ങിയ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് തോട്ടം തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. തിങ്കളാഴ്ച രാവിലെ ബൈക്കിൽ പോയിരുന്ന തൊഴിലാളികളാണ് കുണ്ടായി പാലപ്പിള്ളി റോഡിൽ ആനകളുടെ മുൻപിൽ അകപ്പെട്ടത്. കുണ്ടായി സ്വദേശിയും വാച്ചറുമായ വല്ലച്ചിറ വീട്ടിൽ സജീവൻ, ടാപ്പിംഗ് തൊഴിലാളിയായ കാരാട്ടുതൊടി റഷീദ് എന്നിവരാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വളവുള്ള ഭാഗത്തുണ്ടായിരുന്ന ആനക്കൂട്ടത്തിൽ ഒരെണ്ണം ഇവർക്ക് നേരെ തിരിഞ്ഞതോടെ ബൈക്ക് റോഡിലിട്ട് തൊഴിലാളികൾ രക്ഷപ്പെടുകയായിരുന്നു. തൊട്ടുപുറകിലായി ബൈക്കുകളിൽ വരികയായിരുന്ന മറ്റു തൊഴിലാളികളും ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. 3 മണിക്കൂറോളം പ്രദേശത്ത് തമ്പടിച്ച ആനക്കൂട്ടം സമീപത്തെ തോട്ടത്തിലേക്ക് കടന്ന ശേഷമാണ് യാത്രക്കാർക്ക് കടന്നുപോകാനായത്. 2 കൂട്ടങ്ങളിലായി 25ഓളം ആനകളാണ് പ്രദേശത്തുള്ളത്. തോട്ടത്തിൽ ആനക്കൂട്ടം നിലയുറപ്പിച്ചതോടെ തൊഴിലാളികൾക്ക് ടാപ്പിംഗിന് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ആനകളെ കാടുകയറ്റിയ ശേഷമാണ് പണിക്കിറങ്ങിയത്. തോട്ടത്തിനോട് ചേർന്നുള്ള വനാതിർത്തിയിൽ ആനകൾ ഇപ്പോഴും ഉണ്ടെന്നും ഇവ ഏതു സമയത്തും ജനവാസ മേഖലയിൽ എത്തുമെന്നും തൊഴിലാളികൾ പറയുന്നു. ചക്കിപ്പറമ്പ് ആദിവാസി ഉന്നതിക്ക് സമീപത്തുള്ള മലമ്പതിയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ചീനിക്കൽ റഷീദ്, കുമ്പളപ്പറമ്പിൽ ഇബ്രാഹിം എന്നിവരുടെ പറമ്പിലാണ് കാട്ടാനകൾ നാശനഷ്ടം വരുത്തിയത്. വാഴ, കവുങ്ങ്, തെങ്ങ് എന്നിവ കുത്തിമറിച്ചിട്ട ആനകൾ രാവിലെയാണ് റോഡിലും തോട്ടത്തിലും ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. തിങ്കളാഴ്ച രാവിലെയാണ് പ്രദേശത്ത് 2 കാട്ടാനകൾ ഇറങ്ങിയത്. കാട്ടാനകൾ തോട്ടം മേഖലയിൽ ചുറ്റിക്കറങ്ങി. കാട്ടാനയെ കണ്ട തൊഴിലാളികളും കർഷകരും സുരക്ഷിത സ്ഥലത്തേക്ക് ഓടിമാറി. കാട്ടാനശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളക്കാരിത്തടം ജനകീയ സമിതി പ്രവർത്തകർ K. രാജൻ MLAയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ആനകളെ നിരീക്ഷിക്കാൻ AI സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായി മേഖലയിൽ കാട്ടാനശല്യം തുടരുകയാണ്. ഇരിങ്ങാലക്കുട ITU ബാങ്കിന്റെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും അടിയന്തര നടപടി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ബാങ്കിലെ നിക്ഷേപകർ ഇരിങ്ങാലക്കുട ഹെഡ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. വയോധികരായ സ്ത്രീകളടക്കം 100ഓളം പേരാണ് ബാങ്കിലെത്തിയത്. RBI എല്ലാ ഇടപാടുകളും സ്ഥിര നിക്ഷേപങ്ങളും മരവിപ്പിക്കുന്നതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു ശേഷം ഒരു നിക്ഷേപകനും FDകൾ പിൻവലിക്കാനോ ക്ലോസ് ചെയ്യാനോ കഴിഞ്ഞില്ല. മരവിപ്പിക്കൽ ജൂലൈ 30 വരെയും നീട്ടിയിരിക്കുകയാണ്. കുറഞ്ഞത് 1 വർഷത്തേക്കെങ്കിലും ഇത് നീട്ടുമെന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് ബാങ്കിൽ നടക്കുന്നത്. 300-ലധികം കോടി രൂപയുടെ വസ്തുക്കൾ ആസ്തിയിലുണ്ടെങ്കിലും ഇവയുടെ വിൽപ്പന നടക്കാത്തത് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കുകയാണെന്നും നിക്ഷേപകർ ഇത്തരം സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായെങ്കിലും RBIയുടെ നിബന്ധനകൾ മൂലം അതും നടക്കുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാനും പ്രതിസന്ധി മൂലം ദുരിതത്തിലായ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കാനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്നും 200ഓളം പേർ ഒപ്പിട്ട നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.
KCCLന്റെ നേതൃത്വത്തിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കേരള വിഷൻ ടേണിംഗ്സ് എന്നിവ സംയുക്തമായി തൃശൂരിൽ മിഷൻ 30 ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. തൃശൂർ ഹോട്ടൽ മെർലിൻ ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച മിഷൻ 30 ബിസിനസ് മീറ്റ് COA ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. KCCL ചെയർമാൻ PP സുരേഷ് കുമാർ മിഷൻ 30ലേക്കുള്ള ആക്ഷൻ പ്ലാൻ അവതരിപ്പിച്ചു. ടേണിംഗ്സ് MD KV രാജൻ, COA ജില്ലാ സെക്രട്ടറി CG ജോസ്, KCCL ഡയറക്ടർ VP ബിജു തുടങ്ങിയവർ സംസാരിച്ചു. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ C സുരേഷ് കുമാർ കേരള വിഷന്റെ ടൂറിസം പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. KCCL ചീഫ് ഓഫ് ഓപ്പറേഷൻസ് N പത്മകുമാർ, ടെക്നിക്കൽ ഹെഡ് മനു മധുസൂദനൻ, OTT IPTV പ്രതിനിധി CR രാഹുൽ തുടങ്ങിയവർ വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് 4 സോണുകളിലായി ബിസിനസ് മീറ്റ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ നിരവധി കേബിൾ ഓപ്പറേറ്റർമാർ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ നഗരമധ്യത്തിൽ അതിഥി തൊഴിലാളിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതിയെ കോടതിയിൽ ഹാജരാക്കി. അസം സ്വദേശി നൂർ ആലമാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. കഴിഞ്ഞ ജൂൺ 18-ന് തൃശൂർ കോരപ്പത്ത് ലൈനിൽ വാടക വീട്ടിൽ വെച്ചാണ് സംഭവം. ഒഡീഷ സ്വദേശി ധൻപത് നായിക്കാണ് നഗരത്തിലെ അനാശാസ കേന്ദ്രത്തിലുണ്ടായ തർക്കത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത്. കേസിലെ 7 പ്രതികളെ നേരത്തെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജില്ലാതല +1 പ്രവേശനോത്സവം തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. MLA രാജൻ J പല്ലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ T ശൈല, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VG ജോളി, പ്രിൻസിപ്പൽ KR സ്മിത, പ്രധാന അധ്യാപിക KP ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി നൽകിയ പരാതിയിൽ മുർഷിദാബാദ് സ്വദേശി അബൂബ മണ്ഡലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. കുന്നംകുളം വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട് കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് സ്കൂളിന് അവധി നൽകി. തിങ്കളാഴ്ച രാവിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിലെത്തിയപ്പോഴാണ് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ മേൽക്കൂരയിലെ ഷീറ്റിനോട് ചേർന്ന് വലിയ രീതിയിലുള്ള കടന്നൽക്കൂട് ശ്രദ്ധയിൽപ്പെട്ടത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിലെ ഷീറ്റുകൾ ഇളകുമ്പോൾ കടന്നൽക്കൂടിന് ഇളക്കം തട്ടുകയും ഇത് കാരണം സമീപ പ്രദേശങ്ങളിലേക്ക് കടന്നലുകൾ കൂട്ടത്തോടെ പറന്നു നടക്കുകയും ചെയ്യുന്നത് ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് അപകട സാധ്യത കണക്കിലെടുത്ത് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. ചൊവ്വാഴ്ച സ്കൂൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബുവിനെതിരെ പോലീസ് കള്ളക്കേസെടുത്തുവെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദി താലൂക്ക് കോർപ്പറേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂർ സ്വരാജ് റൌണ്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വടക്കുന്നാഥ ക്ഷേത്ര തെക്കേ ഗോപുരനടയിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് സജിത്ത് നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ ഹരി മുള്ളൂർ, CB പ്രദീപ് കുമാർ, ട്രഷറർ ഗിരിധരൻ, വർക്കിംഗ് പ്രസിഡന്റ് T മുരളീധരൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന്റെ മണ്ണുത്തി സ്റ്റോറിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ കാർ യാത്രികർ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. ആമ്പലൂർ സ്വദേശി ഷാഹുൽ ഹമീദിനാണ് ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റത്. ഇയാളെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
സ്റ്റോറിന് മുന്നിൽ തടസ്സമായി കാറ് പാർക്ക് ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ നിലത്ത് വീണ ഷാഹുൽ ഹമീദിനെ കാർ യാത്രക്കാർ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഷാഹുൽ ഹമീദ് മണ്ണുത്തി പോലീസിൽ പരാതി നൽകി. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. അഞ്ച് ലോക കിരീടങ്ങളുടെ പെരുമ പേറുന്ന ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. 79 മിനിറ്റിലെ എർലിംഗ് ഹോളണ്ടിന്റെ ഹെഡർ ബ്രസീൽ വല മാത്രമല്ല, കോടിക്കണക്കായ ബ്രസീൽ ആരാധകരുടെ നെഞ്ചും തുളച്ചു. പിന്നാലെ 90 മിനിറ്റിൽ കിടിലനൊരു ഇടംകാലനടിയിൽ നോർവേയുടെ വിജയവും ഗോൾ പട്ടികയും പൂർത്തിയാക്കി. ഈ ലോകകപ്പിൽ ഹാളൻഡിന്റെ 7ാം ഗോളായിരുന്നു ഇത്. 14 മിനിറ്റിൽ ബ്രൂണോ ഗ്യുമറീഷ് നഷ്ടപ്പെടുത്തിയ ആ പെനാൽറ്റിക്ക് ബ്രസീലിന് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലഭിച്ച പെനാൽറ്റി വലയിലെത്തിച്ച് നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. ബ്രസീലിനെതിരായ വിചിത്രമായ ആ റെക്കോർഡ് നിലനിർത്താനും നോർവേക്കായി. ഫുട്ബോളിൽ ഇതുവരെ 88 ടീമുകളെ നേരിട്ടിട്ടുള്ള ബ്രസീലിന് ഒരിക്കൽ പോലും തോൽപ്പിക്കാനാവാത്ത ഒരേയൊരു ടീമാണ് നോർവേ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ബ്രസീലും നോർവേയും ഇതുവരെ 6 തവണയാണ് നേർക്കുനേർ വന്നിട്ടുള്ളത്. ഇതിൽ ഒരു തവണ പോലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. 6ാമത്തേത് ഈ ലോകകപ്പ് മത്സരവും. പുലി പതുങ്ങുന്നത് കുതിക്കാനെന്ന പോലെയായിരുന്നു മത്സരത്തിൽ നോർവേ താരങ്ങൾ. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ നോർവേ താരങ്ങൾ ബ്രസീൽ ബോക്സിലേക്ക് ഇരമ്പിയെത്തുന്ന കാഴ്ചയായിരുന്നു. 3ാം മിനിറ്റിൽ തന്നെ പാട്രിക് ബെർഗ് സ്കോർ ചെയ്തെങ്കിലും ഈ മുന്നേറ്റത്തിനിടെ അലക്സാണ്ടർ സൊർലോത്ത് ഓഫ് സൈഡ് ആയതോടെ ഗോൾ പരിഗണിച്ചില്ല. പിന്നീട് നോർവേ ഒന്ന് പതുങ്ങി. പിന്നാലെ 10ാം മിനിറ്റിലാണ് ബ്രസീലിന് അനുകൂലമായ പെനാൽറ്റി. മത്തിയൂസ് കുനിയെ ക്രിസ്റ്റഫർ അയർബോക്സിൽ വീഴ്ത്തിയതിനായിരുന്നു പെനാൽറ്റി. വാർ പരിശോധിച്ച ശേഷമായിരുന്നു തീരുമാനം. പക്ഷേ ബ്രസീലിനായി കിക്കെടുത്ത ബ്രൂണോ ഗ്യുമറിഷിന് പിഴച്ചു. താരത്തിന്റെ ഷോട്ട് നോർവേ ഗോൾ കീപ്പർ ഓറിയാൻ നീലൻഡ് തട്ടിയകറ്റി. ആദ്യ പകുതിയിലുടനീളം കൗണ്ടർ അറ്റാക്കുകളിൽ മികച്ച അവസരങ്ങൾ ബ്രസീലിന് ലഭിച്ചിരുന്നു. പക്ഷേ ഗബ്രിയൽ മാർട്ടിനെലിക്കും മത്തിയാസ് കുഞ്ഞയ്ക്കും അതൊന്നും മുതലാക്കാനായില്ല. മറുവശത്ത് നോർവേക്കും 3ഓളം മികച്ച അവസരങ്ങൾ ആദ്യ പകുതിയിൽ ലഭിച്ചിരുന്നെങ്കിലും അവർക്കും ലക്ഷ്യം കാണാനായില്ല. 2ാം പകുതിയിൽ എൻട്രിക്കും പിന്നീട് നെയ്മറും കളത്തിലെത്തിയെങ്കിലും ബ്രസീലിന്റെ കളിക്ക് മാറ്റമൊന്നുമുണ്ടായില്ല. സ്പോർട്സ് ഡെസ്ക് TCV. 20ാമത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ആഘോഷിച്ചു. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടർ S. കിരൺ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ KM മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് അലുമിനി അസോസിയേഷൻ സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം പ്രൊഫസർ VM ചാക്കോ, വകുപ്പ് മേധാവി ഡോക്ടർ റാണി സെബാസ്റ്റ്യൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ആഷ്ലിൻ മാത്യു, റിസർച്ച് സ്കോളർ P. ഗൗതമി തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനത്ത് ചായക്കടയിൽ അതിക്രമിച്ച് കയറി വാളുമായി വധഭീഷണി മുഴക്കിയ കേസിലെ പ്രതികളെ കയ്പമംഗലം പോലീസ് പിടികൂടി. പെരിങ്ങോട്ടുകര സ്വദേശി വടക്കേക്കുന്നത്ത് വീട്ടിൽ അരുൺ, പ്രായപൂർത്തിയാകാത്ത സുഹൃത്ത് എന്നിവരാണ് പിടിയിലായത്. അരുണിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി. പെരിഞ്ഞനം കട്ടൻസ് ടീ ഷോപ്പിലായിരുന്നു സംഭവം. കടയിൽ വെച്ച് സിഗരറ്റ് വലിച്ച പ്രതികളോട് കടയുടമ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്താൽ പ്രതി വാളുമായി കടയ്ക്കുള്ളിലേക്ക് അതിക്രമിച്ച് കയറി ഉടമ വിനയകുമാറിന് നേരെ വധഭീഷണി മുഴക്കുകയായിരുന്നു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, GSI രമേശ്, GSCPOമാരായ ജോസഫ്, സുനിൽകുമാർ, സിനോജ്, രജനീഷ്, പ്രജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 4.5 ഏക്കറോളം വിസ്തൃതിയും ഉള്ള അന്തിക്കാട്ട് കുളം മലിനവും ദുർഗന്ധപൂരിതവുമായതോടെ കുളം വറ്റിക്കൽ ആരംഭിച്ചു. 20 HP-യുടെ 3 മോട്ടോറുകൾ ഉപയോഗിച്ചാണ് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്. 7 ദിവസം രാവും പകലും പമ്പ് ചെയ്താൽ ഈ കുളം വറ്റിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഇങ്ങനെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു എന്നും മലിനജലം കെട്ടിക്കിടക്കുന്നു എന്നും അറിഞ്ഞ ഉടനെ തന്നെ ദേവസ്വം ബോർഡിൽ ഇടപെടാണ്. കുളത്തിലെ വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം നടന്നു വരികയാണ്. കുളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിന് പഞ്ചായത്ത്, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്.
ആളുകൾക്ക് ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഉപയോഗിക്കുന്നതിനാവശ്യമായ എല്ലാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡും അന്തിക്കാട് ഗ്രാമപഞ്ചായത്തും സ്ഥലം MLAയും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗീതാ ഗോപി MLA, ദേവസ്വം പ്രസിഡന്റ് K. രവീന്ദ്രൻ, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു എന്നിവർ ശുചീകരണ പ്രവൃത്തികൾ വിലയിരുത്തി. കുളം ശുചീകരിച്ചതിന് ശേഷം വീണ്ടും മലിനമാകാതിരിക്കുന്നതിനുള്ള നടപടികളുമായി MLAയും ദേവസ്വം ബോർഡും അന്തിക്കാട് പഞ്ചായത്തും സംയുക്തമായി നടപടികൾ സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. തൽക്കാലം മാലിന്യം നിറഞ്ഞ ആ വെള്ളം പമ്പ് ചെയ്ത് നമ്മൾ കാനയിലേക്ക് തുറന്നു വിടുന്നതോടൊപ്പം തന്നെ ചത്തുപൊന്തിയ മീനുകളെ മൊത്തം മാറ്റിക്കൊണ്ട് മറ്റു നടപടികൾ അധികാരത്തിലാക്കിയിരിക്കുകയാണ് തെക്കൻ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി പ്രസിഡന്റ്. കുളം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് പ്രാഥമികമായി 2 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുള്ളതെന്നും ഇനിയും തുക ആവശ്യമായി വന്നാൽ അത് അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ പറഞ്ഞു. 4 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ കുളം നൂറുകണക്കിന് ആളുകളുടെ നിത്യ ഉപയോഗത്തിന് ഉപയോഗിച്ചു വരുന്നതാണ്. ദേവസ്വം പ്രസിഡന്റും ഭരണസമിതിയും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ജലം മാറ്റുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. കൂടുതൽ മാലിന്യങ്ങൾ കുളത്തിൽ വീഴാതിരിക്കാനുള്ള നടപടികൾക്ക് പഞ്ചായത്ത് മുൻകൈയെടുത്ത് അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കും. അന്തിക്കാട് കുളത്തിന്റെ ശോചനീയ സ്ഥിതിയെക്കുറിച്ച് TCV വാർത്ത നൽകിയിരുന്നു. TCV തൃശൂർ. കഥാകൃത്ത് CV ശ്രീരാമന്റെ പേരിൽ യുവ കഥാകൃത്തുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള 2026 പുരസ്കാരത്തിന് കണ്ണൂർ സ്വദേശിനി രമ്യ രതീഷ് അർഹയായി. ഉറച്ചാട്ടം എന്ന കഥയ്ക്കാണ് പുരസ്കാരം. 10,000 രൂപയും മെമന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. അശോകൻ ചെരുവിൽ ചെയർപേഴ്സണും KA മോഹൻദാസ്, ED ഡേവിസ് എന്നിവർ അംഗങ്ങളുമായുള്ള വിധി നിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. സാഹിത്യ അക്കാദമിയിൽ ആഗസ്റ്റ് 2-ാം വാരത്തിൽ സംഘടിപ്പിക്കുന്ന CV ശ്രീരാമൻ അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം സമർപ്പിക്കും. ആഗസ്റ്റിൽ തൃശൂരിൽ നടക്കുന്ന DYFI 16-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സിനിമാ സംവിധായകൻ ചിദംബരം ഫുട്ബോൾ താരം CK വിനീതിന് നൽകി ലോഗോ പ്രകാശനം നിർവഹിച്ചു. പ്രകാശന ചടങ്ങിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLA, സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം ട്രഷറർ KK രാമചന്ദ്രൻ MLA, ജനറൽ കൺവീനർ KS റോസൽ രാജ്, DYFI കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ചിന്ത ജെറോം, M വിജിൽ MLA, ഗ്രീഷ്മ അജയ് ഘോഷ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് PH നിയാസ്, ട്രഷറർ സുകന്യ ബൈജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ RL ശ്രീലാൽ, ഡോക്ടർ ഫസീല തരകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി വാണിജ്യം. ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച് ബെല്ല ഇവന്റ്സിന്റെ പുതിയ ഓഫീസ് നടുവിലാലിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച് ബെല്ല ഇവന്റ്സിന്റെ പുതിയ ഓഫീസ് നടുവിലാലിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OG ജനീഷ് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ റോഡിലെ കളിയത്ത് ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന ബെല്ല ഇവന്റ്സ് പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടുവിലാൽ തിരുവമ്പാടി ദേവസ്വം ബിൽഡിംഗിലെ പത്തായിപ്പുര കോംപ്ലക്സിലേക്ക് പ്രവർത്തനം മാറ്റിയത്. ചടങ്ങിൽ MLA രാജൻ J പല്ലൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് വില്ലി ജിജോ, കോർപ്പറേഷൻ കൌൺസിലർ KS സുമീഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ബെല്ല ഇവന്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡെവി VS സന്തോഷ്, ബിന്ദു സന്തോഷ്, ആര്യ ഡേവിഡ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം വഹിച്ചു. വിവാഹങ്ങൾ, കോർപ്പറേറ്റ് ഇവന്റുകൾ, സർക്കാർ സ്വകാര്യ ചടങ്ങുകൾ, സ്റ്റേജ് ഡിസൈൻ, ഡെക്കറേഷൻ, ലൈറ്റിംഗ്, സൗണ്ട്, LED വാൾ, ഫോട്ടോഗ്രാഫി തുടങ്ങി സമഗ്രമായ ഇവന്റ് മാനേജ്മെന്റ് സേവനങ്ങളാണ് ബെല്ല ഇവന്റ്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 9995446611 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,440 രൂപ, പവന് 1,07,520 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം തുടരും. ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് നഴ്സുമാർ നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ശമ്പള വർധന നടപ്പിലാക്കാൻ തീരുമാനിച്ചെന്നുള്ള പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്ന് അമല മാനേജ്മെന്റ്. പെരുമ്പിലാവിൽ മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശി മുത്തുവാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. കൊരട്ടിയിൽ കടവരാന്തയിൽ നിന്നിരുന്ന യുവാവിനെ പോലീസ് അകാരണമായി മർദ്ദിച്ച സംഭവം തൃശൂർ റൂറൽ പോലീസ് മേധാവിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് തോട്ടം തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. ബൈക്കിൽ പോയിരുന്ന വാച്ചർ സജീവൻ, ടാപ്പിംഗ് തൊഴിലാളി റഷീദ് എന്നിവരാണ് ആനയുടെ മുമ്പിൽ അകപ്പെട്ടത്. മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന് കണ്ണീരോടെ മടക്കം. ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ സൂപ്പർ താരം നെയ്മർ. ITU ബാങ്കിന്റെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകരുടെ പ്രതിഷേധം. പ്രതിസന്ധി മൂലം ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.